ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. നാട്ടിലെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് എങ്ങനെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാം. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൈദ തന്നെയാണ്. മൈദ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പയിലൂടെ അരിച്ചിട്ടൊക്കെ എടുക്കുക. ഒരു കപ്പ് ഇങ്ങനെ നിറച്ചെടുത്തിട്ടില്ല, ഒരു കപ്പ് ലെവൽ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം നിറയെ എടുക്കണ്ട. 250 ml ഒരു കപ്പിലാണ് ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഒരു കപ്പ് മൈദയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് റവ മതി. ഒരുപാട് റവ ഒന്നും ചേർക്കരുത്, കറക്റ്റ് 1 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡ എടുക്കാം, അതുപോലെ ബേക്കിംഗ് പൗഡർ എടുക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് എടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇട്ട് കൊടുക്കണം, അതായത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അത് വിട്ടു പോകണ്ട. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും കമ്പൈനായിട്ട് വരുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഇത് കുഴച്ചെടുക്കാനുള്ളൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ചേർത്ത് കൊടുക്കരുത്, റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് 1/2 കപ്പിലും കുറവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കുറയ്ക്കാം, ഇതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ. 1/2 കപ്പിലും കുറവ് എടുത്താൽ മതി. ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഇനി അതിലേക്ക് നമുക്ക് ആ മുട്ടയുടെ ഫ്ലേവറൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഏലക്ക ഒരു 2 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരയ്ക്കുന്ന സമയത്ത് ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ മൈദപ്പൊടി ഇതൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചല്ലോ, ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അഥവാ ഇനി ഇതിൽ വെള്ളം കൂടി പോവുകയാണെന്ന് തോന്നുവാണെങ്കിൽ, അതായത് ഈ മുട്ടയുടെ മിക്സർ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറഞ്ഞു പോവുകയാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അഥവാ പാല് ഇല്ലാന്നാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കുഴച്ചെടുക്കുവാണ്. കുഴയ്ക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും, അതൊന്നും കുഴപ്പമില്ല. മാക്സിമം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ വെട്ട് കേക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് പുറമേ കുറച്ച് ക്രിസ്പായിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഓയിൽ സൺഫ്ലവർ ഓയിലാട്ടോ ചേർക്കുന്നത്, വെളിച്ചെണ്ണ അല്ല. അതുപോലെ നെയ്യും ചേർക്കേണ്ട. നെയ്യും ചേർക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായി പോവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പം വെട്ട് കേക്കൊക്കെ ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അത് നന്നായിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അധികം ഹാർഡൊന്നും ഇല്ലാത്ത പുറമെ ക്രിസ്പായിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുത്ത ശേഷം വീണ്ടും ഇതിങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊരു മാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്, വല്ലാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവല്ല വേണ്ടത്. ഭയങ്കര സോഫ്റ്റായിട്ടും ഇരിക്കരുത് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് വേണ്ടത്. നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂണൊക്കെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിൽ കൂടുതലൊന്നും വെക്കണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മണിക്കൂർ മാക്സിമം വെച്ചാൽ മതി.
പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം വെട്ടുകേക്കിൻ്റെ കളറ് മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ കളറാണ് ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്താലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കളറ് എൻ്റെ അടുത്ത് യെല്ലോ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നമ്മൾ സാഫ്രൺ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ ഒരു മഞ്ഞ കളറ് മുകളിൽ മഞ്ഞ കളറ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത് ചേർത്തുകൊണ്ട് വലിയൊരു യെല്ലോ കളറൊന്നും വന്നിട്ടില്ല. അതുപോലെ നമ്മളിതിലേക്ക് സാഫ്രൻ ചേർക്കുന്നത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ സാഫ്രൻ്റെ ആ ടേസ്റ്റും കൂടി ഇതിലേക്ക് വരുന്നതുകൊണ്ട് അത് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം 1 മണിക്കൂറിന് ശേഷം അത് നമ്മുടെ മാവ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആദ്യം റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്താൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരേ തിക്നെസ്സിലാട്ടോ, വല്ലാണ്ട് കനം കുറച്ച് ചെയ്യരുത്, എന്നാൽ വല്ലാണ്ട് കനം കൂട്ടും വേണ്ട. പിന്നെ ഞാൻ ചെറിയ ചെറിയ വെട്ടുകേക്കാട്ടോ ഉണ്ടാക്കുന്നത്. വലിയ വെട്ടുകേക്ക് ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയായാലും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഒരു വെട്ടുകേക്ക് വാങ്ങിച്ച് നമ്മളത് പൊട്ടിച്ചിട്ട് പകുതിയൊക്കെ അല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വെട്ടുകേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ കുറച്ച് വലിയ വെട്ടുകേക്കാണ് വേണമെന്നെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് കട്ടിയിലാക്കിയെടുക്കുക കേട്ടോ. ഇത്രയും തിന്നാക്കണ്ട, കുറച്ച് കട്ടിയിലാക്കിയിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 9 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈക്വലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ച ശേഷം വേണം നമ്മൾ ഇത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. കട്ട് ചെയ്ത ശേഷം പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈക്വലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വെട്ടുകേക്കിന് നല്ലൊരു മഞ്ഞ കളറായിരിക്കും ഉണ്ടാകുന്നത്. അതിന് കാരണം യെല്ലോ ഫുഡ് കളറാണ്. അപ്പോൾ യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതില്ലാന്നാണെങ്കിലും ഒരു കുഴപ്പമില്ല. അതില്ലാത്തതുകൊണ്ട് കാണാൻ ആ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ല എന്നുള്ളൂ, ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അതിന് പകരം നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ സ്നാക്കിൻ്റെ കളർ തന്നെ മാറിപ്പോവും, റെഡ് കളറായി മാറും. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു കട്ടും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കട്ട് വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് വെട്ടുകേക്ക് എന്നുള്ളൊരു പേര് വന്നത് തന്നെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പല രീതിയിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പൂ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ പ്ലസ് ആയിട്ട്, പ്ലസ്സിന് ഒരു പ്ലസ് ഫുള്ളായിട്ടിട്ട് കൊടുക്കുന്നില്ല, ഒരു കട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂ പോലെ കിട്ടിയില്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസ് പോലെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കാം, ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഭയങ്കര ഹാർഡായിട്ട് ആണ് താഴെ വരെ കട്ട് ചെയ്യരുത്. ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, വല്ലാണ്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലേ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ആ പൂ പോലെ വരുള്ളൂ. അപ്പോൾ വല്ലാണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കും വേണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് വളരെയധികം ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. വളരെ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ടൊന്നും ഇത് ഫ്രൈ ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടല്ലോ, അപ്പോൾ എണ്ണയുടെ ചൂട് കൂടുതലാണെന്നാണ്. അപ്പം നമ്മൾ എണ്ണ ആദ്യം നല്ലോണം ചൂടാക്കണം കേട്ടോ. എന്നിട്ട് ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു സ്നാക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ മുങ്ങിക്കിടക്കണം. എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരണം. അപ്പോൾ ആ ഒരു പരുവമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയുടെ ചൂട് കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വെട്ടുകേക്ക് ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നോക്കുക. അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കണ്ട. ഒന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പാകത്തിനാണോ നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇവിടെ കണ്ടോ, നമ്മൾ ഇട്ട് കൊടുത്തു. ഞാനിപ്പം അത് നിങ്ങൾ മുഴുവനായിട്ട് കാണിക്കാൻ കാരണം പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കല്ല. നമ്മൾ സാവകാശം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇങ്ങനെ വിടർന്ന് വരുന്നത് കണ്ടോ. അതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആ കട്ട് ചെയ്ത സ്ഥലത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം നല്ല കറക്റ്റായിട്ട് പൂവിൻ്റെ ഷേപ്പിൽ തന്നെ വരും. നമ്മൾ ആ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരു വശം നല്ലോണം ഒന്ന് കുക്കായിട്ട് വേണം അടുത്ത വശം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം തന്നെ ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഫ്ലെയിം കണ്ടോ, ഫ്ലെയിം ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ സ്നാക്ക് കുറച്ച് കൂടുതൽ നേരം ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്കിത് കോരി മാറ്റാം. ഞാൻ കുറച്ചുകൂടെ കൂടുതൽ നേരം വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വെക്കുമ്പം ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ കുറച്ചുകൂടെ ക്രിസ്പാവും. പക്ഷേ നല്ലതാണ്. നമ്മൾ കുറേ കാലമൊക്കെ നമ്മളിത് സ്നാക്കൊക്കെ കുറേയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ എടുത്ത് മാറ്റിയത് കേട്ടോ. കുറച്ചുകൂടെ ഒരു കളറ് മാറിയില്ലേ. അപ്പം ആ ഒരു യെല്ലോ കളർ വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് കോരി മാറ്റുവാണെങ്കിൽ എന്താ പറയുക, കാണാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ കുറേ കാലം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലത് കുറച്ചുകൂടെ മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ബാച്ച് അവിടെ ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് വെട്ടുകേക്ക്. അപ്പോൾ ടിപ്സൊക്കെ വിട്ടു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നമ്മുടെ വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. നല്ല പൂ പോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പലരും പറയാറുണ്ട് വെട്ടുകേക്ക് ഭയങ്കര ഹാർഡാണെന്നൊക്കെ. ഇത് ഹാർഡൊന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിനകത്ത് ഇതാ ഇതുപോലെ ഇരിക്കണം. അതുപോലെ പുറമേ ഒന്ന് ക്രിസ്പി ആവും വേണം. അപ്പം നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വെച്ചാൽ മതി. അതിൽ കൂടുതൽ നേരം വെക്കേണ്ട. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പുറമേ നല്ല ക്രിസ്പും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. അപ്പം ഞാൻ ആദ്യം മൂപ്പിച്ചെടുത്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കളർ കണ്ടോ, നല്ല വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ടെക്സ്ചറും അതേപോലെ തന്നെയാണ്. അകത്ത് നല്ല സോഫ്റ്റാണ്, പുറമേ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മുട്ടയുടെ ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. നമ്മൾ പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എടുത്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇത് ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുക. പിന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വയ്ക്കുന്നതെന്നേ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ കാലിയാവും. കാരണം ഇവിടെ എല്ലാവർക്കും വെട്ടുകേക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെട്ടുകേക്ക്, പാൽ കേക്ക്, എന്താ പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നെയ്വട ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ റവയും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.